ഇനി ഒരിക്കലും കാണാൻ കിട്ടാത്ത മറ്റൊരു പടത്തെക്കുറിച്ച് പറയാം. 1969 റിലീസായ ഒരു പടമാണ്. ALS പ്രൊഡക്ഷൻസിന്റെ ബാനറിൽ AL ശ്രീനിവാസൻ നിർമ്മിച്ച് കൃഷ്ണൻ നായർ സാറ് കൃഷ്ണൻ നായർ സംവിധാനം ചെയ്തൊരു സിനിമയായിരുന്നു പഠിച്ച കള്ളൻ. ഈ പഠിച്ച കള്ളൻ എന്ന് പറയുന്ന സിനിമയുടെ ഏറ്റവും വലിയ പ്രത്യേകത, അതില് നമ്മുടെ ഗാനഗന്ധർവൻ യേശുദാസ് ഒരു ഗാനം ഒരു പാട്ട് കച്ചേരി നടത്തുന്നതായിട്ട് യേശുദാസ് സ്ക്രീനിൽ പ്രത്യക്ഷപ്പെടുന്നുണ്ട്. പാട്ട് കച്ചേരി മുഴുവൻ മീൻസ് ഒരു പാട്ട് പാടുന്നതായിട്ട് രംഗത്ത് അവതരിപ്പിക്കുന്നതായിട്ട് കാണിക്കുന്നുണ്ട്. കാര്യം യേശുദാസ് അതിനു മുമ്പ് കായംകുളം കൊച്ചുണ്ണി എന്ന് പറയുന്ന പടത്തിലെ കൊച്ചുണ്ണിയുടെ അളിയനാകാൻ സഹോദരിയെ പ്രേമിക്കുന്ന ഇതായിട്ടൊക്കെ വരുന്നുണ്ട്. 2-3 പാട്ടുമൊക്കെ പാടിയിട്ട് ആറ്റുവഞ്ചി കടവിൽ വെച്ച് കുങ്കുമപ്പൂവുകൾ പൂത്തു ഈ പാട്ടൊക്കെ പാടിയിട്ട് വന്ന് അഭിനയിച്ചിരിക്കുന്ന ആളാണ് നല്ല സുറുമ യേശുദാസ്. അപ്പൊ ആ ഒരു ഇത് വെച്ച് യേശുദാസ് സ്ക്രീനിൽ വന്നാലും ഒരു കുഴപ്പമില്ല എന്നുള്ളൊരു വിശ്വാസത്തിന്റെ പേരിലും ഓഡിയൻസിന് ഭയങ്കര താല്പര്യം. യേശുദാസിന്റെ പാട്ട് കേൾക്കുന്നല്ലാണ്ട് എല്ലാവർക്കും യേശുദാസിനെ കാണാനുള്ളൊരു സാധ്യത ഒന്നില്ലല്ലോ. അപ്പൊ യേശുദാസിന്റെ രൂപം കാണാനും ഒക്കെ ആയിട്ട്, പാടുന്ന കേൾക്കാനും ഒക്കെ ആയിട്ട്, ആസ്വദിക്കാനായിട്ടും ഒക്കെ ആയിട്ട് പ്രേക്ഷകർക്ക് താല്പര്യമുള്ളത് കൊണ്ടുകൂടെയാണ് അങ്ങനെ ഒരു വേഷത്തില് യേശുദാസിനെ കാസ്റ്റ് ചെയ്യുന്നത്. തന്നെയല്ല, അത്ര പ്രാധാന്യമുള്ള ഒരു ഗായകൻ, ഫേമസ് ആയിട്ടുള്ള ഒരു ഗായകൻ പാടുമ്പോൾ ഇത്തരം ഇതിൻ്റെ ഈ കച്ചേരി നടക്കുന്ന സ്ഥലങ്ങളിൽ അല്ലെ ഗാനമേള നടക്കുന്ന സ്ഥലങ്ങളിൽ ഒത്തിരി സാമൂഹ്യ വിരുദ്ധരും ചിലരൊക്കെ വന്നു കൂടും. ഈ ആൾക്കാര് ഈ സ്വരരാഗ ഗംഗാ പ്രവാഹം എന്നൊക്കെ പറയുന്നത് അതിലിങ്ങനെ ലയിച്ച് ഇരിക്കുമ്പോൾ കേട്ട് മതിമറന്ന് ആസ്വദിച്ചിരിക്കുമ്പോൾ ഒരു ബാക്കിയല്ല വേൾഡിലി ബാക്കി കാര്യങ്ങൾ ചിലപ്പോൾ മറന്നുപോകും. ഇത് ഈ മോഷ്ടാക്കളെ സംബന്ധിച്ച് വലിയൊരു അനുഗ്രഹമാണ്. പോക്കറ്റടിക്കാര്, പിടിച്ചുപറിയുന്നില്ല, പോക്കറ്റടിയാണ് പ്രധാനം. പേഴ്സ് മോഷ്ടിക്കുക, മാല പൊട്ടിക്കുക, ഇങ്ങനെയൊക്കെയുള്ള പരിപാടിയൊക്കെ ആയിട്ട് നടക്കുന്ന കുറേ കക്ഷികളുണ്ട്. അപ്പം അങ്ങനെ യേശുദാസിൻ്റെ ഒരു കച്ചേരി തുടങ്ങുന്നിടത്തു നിന്നാണ് നമ്മുടെ ഈ പഠിച്ച കള്ളൻ തുടങ്ങുന്നത്. താണനിലത്തെ നീരോടു, അങ്ങനെ ഒരു പാട്ടുമായിട്ട് നല്ല രസമായിട്ടുള്ള പാട്ടാണ്. ഇതിലെ പാട്ടുകളെല്ലാം 6-7 പാട്ടുണ്ട്. പാട്ടുകൾ വയലാർ എഴുതി ദേവരാജ മാഷാണ് ട്യൂൺ ചെയ്തിരിക്കുന്നത്. ഇതിൻ്റെ ഇടയ്ക്ക് അപ്പം ഈ ഇതിൽ മോഷ്ടിക്കാൻ വന്നിരിക്കുന്നത്, ഇതിൽ പോക്കറ്റ് അടിക്കാനൊക്കെ ആയിട്ട് വന്നിരിക്കുന്ന ഒരു കള്ളൻ പ്രേം നസീറാണ്. പ്രേം നസീർ എന്ന് പറഞ്ഞാൽ പുള്ളി അത്യാവശ്യം നല്ല വിദ്യാഭ്യാസവും കാര്യങ്ങളും ഒക്കെ ഉണ്ട്. അക്കാലത്തെ അത് ഗ്രാജുവേറ്റും ഒക്കെയാണ്. പക്ഷേ ഒരു നല്ല ജോലി ലഭിക്കാതെ പുള്ളി സാമ്പത്തികമായിട്ട് ബുദ്ധിമുട്ടുമൊക്കെ ഉള്ളൊരു കുടുംബത്തിലെയാണ്. അപ്പോൾ പുള്ളി വളരെ ബുദ്ധിമുട്ടി ഇങ്ങനെ നിൽക്കുന്ന ഒരു ആളാണ് ഈ പ്രേം നസീർ. അപ്പോൾ പുള്ളിയുടെ ജീവിതമാർഗമായിട്ട് പുള്ളി കണ്ടുപിടിച്ചിരിക്കുന്ന ഒരു സാധനം പണക്കാരുടെ കയ്യിൽ നിന്ന് ഇതുപോലത്തെ ഉള്ള സാധനങ്ങളൊക്കെ തട്ടിയെടുക്കുക എന്നുള്ളതാണ്. പ്രത്യേകിച്ച് ഉത്സവപ്പറമ്പോ പെരുന്നാളോ ഇങ്ങനെയൊക്കെയുള്ള ബസ് സ്റ്റാൻഡ് ഇങ്ങനെയുള്ള സ്ഥലത്ത് പോയിട്ട് പോക്കറ്റ് അടി, മാല പൊട്ടിക്കൽ ഇങ്ങനെയുള്ള പരിപാടിയൊക്കെ ആയിട്ട് നടക്കുന്ന ആളാണ് പ്രേം നസീർ എന്ന് പറയുന്നത്. അതേ പട്ടണത്തിൽ തന്നെയുള്ള വളരെ ധനാഢ്യനായിട്ടുള്ളൊരു മനുഷ്യനാണ് KP ഉമ്മർ. KP ഉമ്മർ പുറമേ നല്ല ധനികനും കാര്യങ്ങളൊക്കെ ആണെങ്കിലും പുള്ളിയുടെ കീഴിൽ ഒരു ഗൂഢസംഘത്തെ പുള്ളി വെച്ച് ഉറപ്പിക്കുന്നുണ്ട്. അവരെ മോഷണങ്ങൾ നടത്തുക, കൊള്ളകൾ നടത്തുക, ഇങ്ങനെയൊക്കെയുള്ള പരിപാടികൾ കടന്ന ഒരു സംഘം കൊള്ളക്കാരെ പുള്ളി ഇങ്ങനെ തീറ്റിപ്പോരുന്നുണ്ട്. അതിൻ്റെയൊക്കെ വെളിച്ചത്തിൽ, അതിൻ്റെയൊക്കെ പിൻബലത്തിലാണ് പുള്ളി ധനികനായി തീരുന്നതും അങ്ങനെ ധനിക ഇതായിട്ട് നിൽക്കുന്നത്. അപ്പോൾ ഈ നസീറിൻ്റെ ഇത്തരം കഴിവുകൾ ഉമ്മറിനറിയാം. പോക്കറ്റ് അടിക്കാനും ഇതിനൊക്കെ ഉള്ള കഴിവ് അറിയാവുന്നുണ്ട്. നസീറിനെ കൂടെ തൻ്റെ സംഘത്തിലേക്ക് എടുത്താൽ കൊള്ളാവുന്നുണ്ട്. അങ്ങനെ ഉമ്മറിൻ്റെ ചേട്ടൻ്റെ മകളൊരു കുട്ടിയുണ്ട്, രാധിക എന്നാണ് നടിയുടെ പേര്. അപ്പോൾ ഈ രാധികയെ പ്രേമിക്കാനായിട്ട് അല്ലെ രാധികയെ വിവാഹം കഴിക്കാനായിട്ട് ഉമ്മർ നസീറിനെ നിർബന്ധിക്കുന്നുണ്ട്. നസീർ ഇങ്ങനെ വഴങ്ങിയില്ല എന്നുള്ളൊരു പരുവത്തിലൊക്കെ നിൽക്കുവാണ്. ഇതൊക്കെയാണ് ഈ കഥയുടെ ഒരു പശ്ചാത്തലം എന്ന് പറഞ്ഞാൽ. ഈ ഉമ്മറിന് ധനികനാണെന്ന് പറഞ്ഞല്ലോ, പുള്ളിക്ക് സ്വന്തമായിട്ടൊരു ഫാക്ടറി കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ഈ ഫാക്ടറിയിലെ ഒരു കാഷ്യർ അല്ലെ ക്ലർക്ക് ഒക്കെ ആയിട്ടുള്ള ഒരാളാണ് TK ബാലേന്ദ്രൻ അവതരിപ്പിക്കുന്ന കഥാപാത്രം. ഈ TK ബാലേന്ദ്രന് അയാളുടെ കുടുംബത്തിൽ ഭയങ്കര ബുദ്ധിമുട്ട്, ദാരിദ്ര്യം, കഷ്ടപ്പാടും ഒക്കെയാണ്. TK ബാലേന്ദ്രൻ്റെ അമ്മയും സഹോദരിയാണുള്ളത്. സഹോദരി എന്ന് പറഞ്ഞാൽ ആ വേഷം ചെയ്യുന്നത് ഭാരതി എന്ന് പറഞ്ഞ നടിയാണ്. അതായത് നമ്മുടെ വിഷ്ണുവർദ്ധൻ എന്ന് പറഞ്ഞ നടന്റെ ഭാര്യയായിട്ട് പിൽക്കാലത്തായി തീർന്ന ഭാരതി. നമ്മുടെ ദേവാസുരം മറ്റേ നരസിംഹ ഈ പടത്തിലൊക്കെ മോഹൻലാലിന്റെ അമ്മയായിട്ട് വന്നില്ലേ, ആ കക്ഷിയുടെ ചെറുപ്പത്തിലുള്ള വേഷമാണ് ഭാരതി. അവരുടെ ചെറുപ്പത്തിലുള്ള വേഷമാണ് ഇതിൽ TK ബാലേന്ദ്രന്റെ പെങ്ങളായിട്ട് വരുന്നു ഈ നടി. അപ്പൊ ഇവര് അമ്മയും പെങ്ങളും താമസിക്കുന്നിടത്ത് അവിടെ സാമ്പത്തികമായിട്ട് ബുദ്ധിമുട്ടാണ്. അപ്പൊ ഇവരുടെ കടബാധ്യതകളിൽ നിന്ന് ഒഴിയാൻ പറ്റാതെ, ഇത് സമയത്ത് കൊടുത്തു തീർക്കാൻ പറ്റാതെ വന്നിട്ട് ഈ കടം കൊടുത്ത ആൾക്കാർ അവിടെ ജപ്തി ചെയ്യാൻ വരുന്നു എന്നൊക്കെ പറഞ്ഞ് ആകെ പ്രശ്നമാണ്. അതായത് TK ബാലേന്ദ്രന്റെ വീട്ടിൽ. ഈ TK ബാലേന്ദ്രൻ വേറൊരു പ്രശ്നം കൂടെ ജീവിതത്തിൽ ഉണ്ടായിട്ടുണ്ട്. പുള്ളി വീട്ടുകാരുടെ ഒന്നും സമ്മതം ചോദിക്കാതെ ഒരു പെണ്ണിനെ
അത് താഴ്ന്ന ജാതിയിൽപ്പെട്ട ഒരു പെൺകുട്ടിയെ വിവാഹം കഴിച്ചിട്ടുണ്ട്. അതിലൊരു കുട്ടിയൊക്കെ ഉണ്ട് പുള്ളിക്ക്. അങ്ങനെ ഇത് പുള്ളിയുടെ വീട്ടിൽ അറിയിക്കാതെ പുള്ളി ഇവിടെ കഴിയുകയാണ്. അങ്ങനത്തെ ഒരു ഇതിലും കൂടെ ഒരു കുടുംബ പ്രശ്നം കൂടെ പുള്ളി നേരിടുന്നുണ്ട്. അപ്പം അവർക്കൂടെ ചെലവിന് കൊടുക്കേണ്ടത് കാരണം പുള്ളിക്ക് കിട്ടുന്ന വരുമാനം പോരാ എന്നൊക്കെ ഉള്ളൊരു അവസ്ഥയിൽ നിൽക്കുകയാണ്. അപ്പം ഈ വീട് ജപ്തിയാകും എന്നൊക്കെയുള്ള കാര്യം അന്നൊരു കത്തൊക്കെ അയച്ചു വരുമ്പോഴത്തേക്ക് ഒത്തിരി താമസം വരും, ദിവസങ്ങളെടുക്കും. അപ്പം അതല്ലാതെ ഇമ്മീഡിയറ്റ് ആയിട്ട് അറിയിക്കാനായിട്ട് ഈ ഭാരതി, അതായത് ഞാൻ മുമ്പേ പറഞ്ഞില്ലേ, ഈ ടി കെ ബാലേന്ദ്രൻ്റെ സഹോദരി ചേട്ടൻ ബാലേന്ദ്രനെ, ടി കെ ബാലേന്ദ്രനെ വിവരം അറിയിക്കാനായിട്ട്, ഇത് ഇവർ താമസിക്കുന്ന ഏതോ ഒരു ഹിൽ സൈഡിലുള്ളൊരു സ്ഥലമാണ്, പത്തനംതിട്ടയൊക്കെ പോലത്തെ ഒരു സ്ഥലമാണ്, മലമൂട്ടിലുള്ളൊരു സ്ഥലമാണ്. അവിടുന്ന് ഇവർ ബസ് കയറി എറണാകുളത്തേക്ക് വരുവാണ്. എറണാകുളത്താണ് ഈ ഫാക്ടറിയും കാര്യങ്ങളൊക്കെ ഉള്ള സഹോദരൻ വർക്ക് ചെയ്യുന്ന സ്ഥലമുള്ളത്. അങ്ങനെ ഭാരതി നഗരത്തിലേക്ക് എത്തുക, എറണാകുളത്തേക്ക് എത്തുവാണ്. ഇവിടെ വന്ന് വണ്ടി ഇറങ്ങിയ ഭാരതിയെ ഈ ഉമ്മറിൻ്റെ സംഘത്തിലുള്ള ക്രിമിനൽസ് ആണല്ലോ, അവർ നോട്ടയിടും. അവർ ഇവളെ തട്ടിക്കൊണ്ട് പോകാനും പിടിച്ചു പറിക്കാനൊക്കെ ഉള്ളൊരു, ആക്രമിക്കാനുള്ളൊരു ശ്രമം നടത്തും. അവിടെ സമയത്ത് എത്തിയ നസീർ കള്ളനാണല്ലോ, പുള്ളിക്ക് ഇത് സംഭവം പിടികിട്ടും. പുള്ളി ഇവരൊക്കെ ആയിട്ട് ഏറ്റുമുട്ടി നല്ലൊരു ഫൈറ്റും കാര്യങ്ങളൊക്കെ ആയിട്ട് അവന്മാരെയൊക്കെ ഓടിച്ചു വിട്ടിട്ട് ഈ ഭാരതിയെ രക്ഷിക്കും. ഭാരതിയെ രക്ഷിച്ചിട്ട് നസീർ പോവും. ഭാരതി ഈ ചേട്ടൻ്റെ ഓഫീസ് കണ്ടുപിടിച്ച് അവിടെ ചെന്ന് ടി കെ ബാലേന്ദ്രൻ സഹോദരൻ്റെ അടുക്കൽ ഈ കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ട് ഭാരതി തിരിച്ച് വീട്ടിലേക്ക് പോകും. അപ്പം ടി കെ ബാലേന്ദ്രൻ ഈ സഹോദരി പറഞ്ഞ ഇത് വീട് ജപ്തി ചെയ്യേണ്ട കേസുമൊക്കെ സഹോദരി ഭാരതി വന്ന് പറഞ്ഞല്ലോ. അപ്പം ഇമ്മീഡിയറ്റ് ആയിട്ട് ഈ പൈസ ഉണ്ടാക്കി വീട്ടിലെത്തിച്ചു കൊടുത്താലേ പറ്റുള്ളൂ, വേറെ മാർഗമൊന്നുമില്ല. അപ്പം തൻ്റെ മുതലാളിയായിട്ടുള്ള ഉമ്മറിൻ്റെ അടുക്കൽ ടി കെ ബാലേന്ദ്രൻ കുറച്ച് പൈസ പണം ആവശ്യപ്പെടുവാണ്, എന്നെ പോലെ പ്രശ്നമാണ് എന്നൊക്കെ പറഞ്ഞു. പക്ഷേ ഉമ്മർ ഇത് മൈൻഡ് ചെയ്യല്ല. ഉമ്മർ കുറെ ദേഷ്യപ്പെടും. നിനക്ക് അങ്ങനെ കാശ് തരാമെന്നല്ലോ, ഉള്ള ഇതിന് ശമ്പളം പോലും നേരെ പോയി കൊടുക്കാത്ത ഒരാളാണ്, ക്രിമിനൽ മൈൻഡുള്ള ഒരാളാണല്ലോ ഉമ്മർ. അങ്ങനെ ഇരിക്കുമ്പോൾ ഇനി കൂടുതൽ പൈസ അഡ്വാൻസ് ആയിട്ടും കൂടെ വേണമെന്ന് പറഞ്ഞാൽ ഉമ്മർ കൊടുക്കുകയില്ല. അങ്ങനെ കൊടുക്കാത്തൊരു സാഹചര്യത്തിൽ പൈസയ്ക്ക് അത്യാവശ്യമാണ് താനും. ഉമ്മറൊക്കെ മാറിയ സമയത്തിന് അലമാരിയിൽ നിന്ന് ഈ ടി കെ ബാലേന്ദ്രൻ പുള്ളിക്ക് ആവശ്യമുള്ള പണം അവിടുന്ന് മോഷ്ടിക്കുകയാണ്. എടുത്തു എന്ന് പറഞ്ഞാൽ മോഷണം തന്നെയാണല്ലോ. എടുത്തിട്ട് പുള്ളി പൈസ എങ്ങനെയെങ്കിലും അയക്കാനായിട്ട് ഈ വീട്ടിലേക്ക് എത്തിക്കാനായിട്ട് പോകുന്ന വഴിക്ക് ഈ പണം ഇയാളുടെ പോക്കറ്റ് അടിക്കപ്പെട്ടു. പോക്കറ്റ് അടിച്ച ആള് നസീറാണ്. ഈ നസീർ ഈ പോക്കറ്റിൽ കിടക്കുന്ന പൈസ പൊതിയെല്ലാം അടിച്ചു മാറ്റി പുള്ളി അങ്ങ് പോയി എവിടെയോ മറവിൽ പോയിന്ന് മറ്റാരും കാണുകയില്ലാത്തൊരു സ്ഥലത്ത് പോയി എന്നിട്ട് ഈ പൊതി അടിച്ചു നോക്കിയപ്പോഴാണ് പണമുണ്ട്. ഇതിൻ്റെ കൂട്ടത്തിൽ ഈ കത്തും കാര്യങ്ങളും ഒക്കെ കാണുന്നത്. അതായത് ഇയാളുടെ കുടുംബം ഇത്ര വലിയ ദരിദ്രാവസ്ഥയിൽ ഭയങ്കര കുഴപ്പത്തിൽപ്പെട്ടിരിക്കുകയാണെന്ന്, ജപ്തി അവസ്ഥയിലാണെന്നുള്ളതും ഇയാൾ ഇത്ര കഷ്ടപ്പെടുന്നു എന്നുള്ള വിവരമൊക്കെ അറിഞ്ഞിട്ട് അപ്പോഴത്തേക്ക് ഈ പൈസ പോക്കറ്റ് അടിച്ച് കഴിഞ്ഞപ്പോൾ ടി കെ ബാലേന്ദ്രൻ ബോധരഹിതനായിപ്പോയി. കാരണം തലയുറ്റി വീണുപോയി. അപ്പം ഇയാൾക്ക് ഇവർ തമ്മിൽ പിന്നെ കാണാൻ പറ്റുന്നില്ല. നസീർ ഇതെല്ലാം വെച്ച് നസീറിനാകെ വിഷമമാകും. താൻ കാരണം വഴിയാധാരമാകേണ്ടിയിരുന്ന ഒരു കുടുംബം പിന്നെയും അധോഗതിയിലേക്ക് പോകുന്നല്ലോ എന്ന് ഓർത്തിട്ട് ആകെ വിഷമിച്ച് ഈ പൈസ തിരിച്ചു കൊടുക്കണം. പുള്ളിക്ക് മനസാക്ഷി കുത്തുണ്ടായി. ഈ പൈസ എങ്ങനെയെങ്കിലും ടി കെ ബാലേന്ദ്രൻ്റെ വീട് കണ്ടുപിടിച്ച് തിരിച്ചു കൊടുക്കണം എന്നുള്ള രീതിയിൽ പുള്ളി ഈ കവറിൽ കണ്ട അഡ്രസ്സും ഒക്കെ തപ്പി അവിടെ ഈ പത്തനംതിട്ട പോലത്തെ ഒരു സ്ഥലത്ത് ചെന്നിട്ട് ഈ പൈസ ഏൽപ്പിക്കാൻ അവിടെ ചെന്ന് കഴിയുമ്പോഴാണ് അറിയുന്ന ഈ ടി കെ ബാലേന്ദ്രൻ പണം നഷ്ടപ്പെട്ടു എന്നുള്ള വിഷമം, പണം മോഷ്ടിച്ചല്ലോ എന്നുള്ള കുറ്റബോധം, തൻ്റെ വീട് ജപ്തിയാകുമല്ലോ, ഇങ്ങനെയൊക്കെ പറഞ്ഞ ഈ വിഷമത്തിലെല്ലാം കൂടെ പെട്ടിട്ട് പുള്ളിക്ക് ഹൃദയാഘാതം വന്ന് പുള്ളി മരിച്ചുപോയി. പെങ്ങളൊക്കെ വഴിയാധാരം ആകും എന്നുള്ള രീതിയിൽ നിൽക്കുമ്പോഴാണ് നസീർ അവിടെ എത്തുന്നത്. അവിടെ എത്തിക്കഴിയുമ്പോഴാണ് നേരത്തെ ഈ എറണാകുളത്തെ ഗുണ്ടകളിൽ നിന്ന് നസീർ രക്ഷിച്ച ഭാരതിയാണ് ഈ ഇയാളുടെ ടി കെ ബാലേന്ദ്രൻ്റെ സഹോദരി എന്നുള്ള കാര്യവും നസീർ അറിയുകയാണ്. അന്നേ നസീറിന് ഭാരതിയോടൊരു പ്രണയമൊക്കെ തോന്നിയിരുന്നതാണ്. അപ്പം ഈ ഇവരുടെ ഒരു കഷ്ടപ്പാടിൻ്റെ ഒരു അവസ്ഥയെല്ലാം കണ്ടു കഴിഞ്ഞപ്പം സ്നേഹം കൂടുകയും അവളോട് താല്പര്യം കൂടുതൽ തോന്നുകയൊക്കെ ചെയ്യും. അപ്പം നസീർ വന്നിട്ട് ഈ ടി കെ ബാലേന്ദ്രൻ കല്യാണം കഴിച്ചിരുന്ന ഒരു കുട്ടിയൊക്കെ ഉണ്ടെന്ന് പറഞ്ഞിരുന്നില്ലേ, ആ ഒരു താഴ്ന്ന ജാതിയിൽപ്പെട്ടാന്ന് പറഞ്ഞ അവരെ അവിടുന്ന് അവർക്ക് വേറെ ആരുമില്ല ആശ്രയം, വീട്ടിലൊന്നും അറിയിക്കാതെ അല്ലെങ്കിൽ വീട്ടുകാരുടെ ഒന്നും സമ്മതം ഇല്ലാതെ ടി കെ ബാലേന്ദ്രനെ കല്യാണം കഴിച്ചു പോകുന്നതാണല്ലോ. പുള്ളി മരിച്ചു എന്ന് പറഞ്ഞു കഴിയുമ്പോൾ ഇവർക്ക് ജീവിക്കാൻ ഇന്നും യാതൊരു മാർഗവും ഇല്ല എന്ന് പറഞ്ഞിട്ട് അവരെ ആത്മഹത്യ ചെയ്യാൻ പോവുകയൊക്കെ ചെയ്യും. അവിടുന്ന് നസീർ അവരെ രക്ഷപ്പെടുത്തി ആശുപത്രിയിലാക്കുകയൊക്കെ ചെയ്യും. നിങ്ങളുടെ കാര്യം ഞാൻ നോക്കിക്കോളാം, കുഴപ്പമൊന്നുമില്ല എന്നൊക്കെ പറഞ്ഞ് അവരെ അവിടുന്ന് രക്ഷപ്പെടുത്തി ആശുപത്രിയിലാക്കും. ഇത് കഴിഞ്ഞിട്ട് ആ കാലത്ത് അവിടെ ബാങ്കിൽ ഒരു വളരെ പ്രമാദമായ ആ സ്ഥലത്ത് ഒരു ബാങ്ക് കൊള്ള നടക്കും. ഈ കൊള്ള നടന്നത് വലിയ പ്രമാദമായിട്ടുള്ളൊരു പത്രത്തിൽ ഇതിലൊക്കെ വലിയ വാർത്തയൊക്കെ വരുന്നൊരു കൊള്ളയാണ്. അപ്പം ഈ കൊള്ള നസീർ അത്യാവശ്യം
ചെറുകിട കള്ള മോഷണമൊക്കെ ഉണ്ടെന്നുള്ളവരും പോലീസിനറിയാം. അപ്പം ഈ കൊള്ള നടത്തിയത് പ്രേം നസീർ ആണെന്നുള്ള ഐഡിയയിൽ പോലീസുകാർ നസീറിനെ പൊക്കാൻ വരും. നസീറിനെ പൊക്കാൻ വന്നു കഴിയുമ്പോൾ അവിടെ നസീറിനെ സഹായിക്കുന്നത് കെ പി ഉമ്മറാണ്. എല്ലാം അങ്ങനെയല്ല, അവൻ ആ സമയത്ത് എൻ്റെ കൂടെ ഉണ്ടായിരുന്നു, വേറെ എന്തൊക്കെയോ ന്യായമൊക്കെ പറഞ്ഞ് നസീറിനെ പോലീസിൽ നിന്ന് രക്ഷപ്പെടുത്തും. അപ്പൊ ഈ ഉമ്മറിന്റെ ഉദ്ദേശം എന്ന് പറഞ്ഞാൽ ഈ നസീറിനെ കൂടെ തൻ്റെ സംഘത്തിലേക്ക് ഉൾപ്പെടുത്തുക എന്നുള്ളതാണ്. അതിനു വേണ്ടിയിട്ടാണ് ചേട്ടൻ്റെ മകളെ കൊണ്ട് കല്യാണം കഴിപ്പിക്കണം, പ്രേമിക്കണം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നിൽക്കുന്ന ഒരു ഇടപാടുമൊക്കെ. അങ്ങനെ ഇത് രക്ഷപ്പെട്ട് കഴിയുമ്പം, നസീറിനെ ഈ കേസിൽ നിന്ന് രക്ഷപ്പെടുത്തി കഴിയുമ്പം നസീറിന് തോന്നും ഇതിൻ്റെയൊക്കെ ഈ ബാങ്കുകളുടെയും ഇതിൻ്റെയൊക്കെ സത്യാവസ്ഥ ഒന്ന് കണ്ടുപിടിക്കണം എന്നുള്ളൊരു തോന്നൽ വളരെ കാര്യമായിട്ട് നസീറിനുണ്ടാവുകയാണ്. അപ്പം ഈ ഉമ്മറിൻ്റെ ചേട്ടൻ്റെ മകളെ കെട്ടാനായിട്ട് നസീറിന് താല്പര്യമൊന്നുമില്ലെങ്കിലും കുഴപ്പമില്ല, ഞാൻ കെട്ടിക്കോളാം എന്നുള്ളൊരു മട്ടിൽ നസീർ അഭിനയിക്കും. അങ്ങനെ ഇതിൻ്റെ ഈ ബാങ്ക് കൊള്ളയുടെ രഹസ്യങ്ങൾ എന്താണെന്നുള്ളത് കണ്ടുപിടിക്കാനായിട്ട് കുറെ കൂടെ സമയം നസീർ നീട്ടിയെടുക്കുകയാണ്. ചുരുക്കി പറയാം, ഇങ്ങനത്തെ ഈ മലയാള സിനിമയുടെ പല കഥകളും ഇതുപോലൊക്കെ തന്നെയാണല്ലോ. ചുരുക്കത്തിൽ ഈ നസീറിൻ്റെ ഇങ്ങനെ അന്വേഷണം നീളുന്നതനുസരിച്ച് ഇവരുടെ കള്ളസംഘത്തിൽപ്പെട്ട പലരുമായിട്ട് ഏറ്റുമുട്ടേണ്ടി വരുന്നു. ഇഷ്ടംപോലെ സ്റ്റണ്ടുകൾ, കാര്യങ്ങൾ ഇതെല്ലാം ഉണ്ട്. ഇത് കഴിഞ്ഞ് തെളിഞ്ഞു വരുമ്പോഴത്തേക്കും ഇതിൻ്റെ ഈ നഗരത്തിൽ നടന്നിരുന്ന ബാങ്ക് കൊള്ളയുടെ പുറകിൽ യഥാർത്ഥത്തിലുള്ളത് കെ പി ഉമ്മർ തന്നെയാണെന്നും കെ പി ഉമ്മറിന്റെ സംഘമാണ്, സംഘത്തിൽപ്പെട്ട ആൾക്കാരാണെന്നും ഒക്കെയുള്ള കാര്യങ്ങളൊക്കെ തെളിയുന്നു. അവരെയൊക്കെ അറസ്റ്റ് ചെയ്ത് ഇവിടുന്ന് പോലീസുകാർ കൊണ്ടുപോകുന്നു. പിന്നെ ഇത്രയും വലിയ പ്രമാദമായിട്ടുള്ള ബാങ്ക് കൊള്ള കണ്ടുപിടിച്ച് തെളിയിച്ചതിന് സർക്കാർ, പോലീസ് ഡിപ്പാർട്ട്മെന്റ് ഈ നസീറിന് ഒരു പാരിതോഷികമൊക്കെ കൊടുക്കും. പോലീസുകാരെ കൊണ്ട് പറ്റാത്താണല്ലോ പുള്ളി തെളിയിച്ചത്, പാരിതോഷികമൊക്കെ കൊടുക്കും. പക്ഷേ ഈ ചെറിയ ചെറിയ പോക്കറ്റ് അടിയുടെയും ഇങ്ങനെയുള്ള കാര്യങ്ങളുടെയൊക്കെ പേരിൽ 2-3 മാസം ശിക്ഷയോ അങ്ങനെ ഒരു സാധനം കൂടെ നസീറിന് വിധിച്ചിട്ട് നസീറിനെ ശിക്ഷിക്കുകയും ചെയ്യുന്നുണ്ട്. പക്ഷേ അവർക്ക് പോലീസുകാരുടെ കണ്ണിലുണ്ണിയായിട്ട് നസീർ മാറുവാണ്. പിന്നീടൊരു ജോലിയോ വല്ലതൊക്കെ കിട്ടുമായിരിക്കും. എന്താണേലും ശിക്ഷ കഴിഞ്ഞ് പുറത്തിറങ്ങിയ നസീർ നമ്മുടെ ഭാരതിയെ, അതായത് മരിച്ചുപോയ ടി കെ ബാലേന്ദ്രൻ്റെ സഹോദരി ഭാരതിയെ വിവാഹം കഴിക്കുന്നു. പെങ്ങളുടെയൊക്കെ മറ്റേ ഇയാളുടെ ഭാര്യയുടെ, ടി കെ ബിയുടെ ഭാര്യയുടെ സംരക്ഷണമൊക്കെ ഏറ്റെടുത്ത് അങ്ങനെ സുഖമായിട്ട് ജീവിക്കുന്നു എന്നുള്ളിടത്താണ് ഈ കഥ പഠിച്ച കള്ളൻ എന്ന് പറയുന്ന സാധനം തീരുന്നു. താങ്ക് യു.